ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് കുറേ ആനയെ കണ്ടാലോ. ഇതേ ആന പോകുന്നു എന്ന് പറഞ്ഞാൽ ആരാണേലും എപ്പോൾ എവിടെ നിന്നാണെങ്കിലും എത്ര പ്രായമായിക്കോട്ടെ എല്ലാവരും നോക്കൂട്ടോ. എന്നിട്ട് കൗതുകത്തോടെ കാണാനും ഒക്കെ എല്ലാവരും റെഡിയാണ്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ ആനയെ കാണാൻ പോയതാണ് കേട്ടോ. ഇത് പത്തനംതിട്ട ജില്ലയിൽ കോന്നിയിൽ ആനക്കോട്ടയിലാണ് കേട്ടോ വന്നത്. എലിഫൻറ്റ് മ്യൂസിയം എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ ആനകൾക്ക് ഇത് അവരുടെ ആന കൂടാണ് കേട്ടോ. അതിനകത്തിട്ടാണ് ആനയെ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. ഇത് പിന്നെ അവിടെ പ്ലേ ഗ്രൗണ്ടായിട്ട് കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള ഊഞ്ഞാലുകളും പിന്നെ ഇങ്ങനെ സ്ലൈഡിങ് അങ്ങനത്തെ ഒരുപാട് കളിക്കുന്ന ചെറിയ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറേ നേരം നമുക്ക് അവിടെ ഇരിക്കാം. മരത്തണലുകളും എല്ലാം ഉണ്ട്. പിന്നെ അവിടെ പ്ലാസ്റ്റിക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ കയറിയിട്ട് അതിൻ്റെ മോൾ ഭാഗത്തായിട്ടാണ് കേട്ടോ ആനയും പിന്നെ അതുപോലെ ആനയുടെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു എലിഫൻറ്റ് മ്യൂസിയവും അവിടെയുണ്ട്. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതുപോലെ ബുഷ് കൊണ്ട് ഇങ്ങനെ വെൽക്കം എന്നും അതുപോലെ പിന്നെ ആനയുടെ മ്യൂസിയം എന്നും ഒക്കെ എഴുതിയത് നല്ല ഭംഗിയിലാണ്. നല്ലപോലെ വെട്ടി നല്ല വൃത്തിയായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇവിടെ ആനയുണ്ട്. ഇവിടെ പിടിയാനയും കൊമ്പനാനയും അതുപോലെ ഒരു കുട്ടിയാനയും ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടിയാന ചുമ്മാ ഇങ്ങനെ വെറുതെ അതിനകത്തോട്ട് ഇങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ നിൽക്കും. പിന്നെ നമ്മൾ അവിടെ നിന്ന് തീറ്റിയൊക്കെ കൊടുക്കുന്ന സമയത്ത് അത് വന്ന് വാങ്ങിക്കും. പിന്നെ ഇങ്ങനെ ചുമ്മാ ഡാൻസ് ചെയ്തുകൊണ്ട് അത് ഇങ്ങനെ നടക്കും കേട്ടോ. എല്ലാ ആനകളും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ കൈപൊക്കി കാണിക്കുന്ന സമയത്ത് അതും തുമ്പിക്കൈ ഉയർത്തി കാണിക്കും. അവർ പരിശീലിപ്പിച്ചുകൊണ്ടായിരിക്കണം. പിന്നെ അവിടെ നിൽക്കുന്ന ആനകളെല്ലാം തന്നെ എപ്പോഴും ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേട്ടോ. എപ്പോഴും ഡാൻസ് ചെയ്യുന്ന പോലെ തന്നെ നിൽക്കും. നല്ല ഭംഗിയായിരുന്നു. അപ്പം എല്ലാവരും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആനയെ കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ വലിയവർ അങ്ങനെയൊക്കെ തന്നെയാണ്. ആന പോകുന്നു എന്ന് പറഞ്ഞാൽ ആനയൊന്നും നോക്കി നിൽക്കാതിരിക്കില്ല. എപ്പോഴും കൗതുകത്തോടു കൂടി തന്നെ നോക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ. ഇന്നത്തെ വീഡിയോ ആന മാത്രമേ ഉള്ളൂ കേട്ടോ. കൂടുതലായിട്ട് ആനയുടെ കാര്യങ്ങളും ഒക്കെയാണ് കാണിക്കുന്നത്. ഇവിടെ 2 കൊമ്പനാനയും 3 പിടിയാനയും ഒരു കുട്ടിയാനയും അങ്ങനെ മൊത്തം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെയൊക്കെ പേരും വയസ്സും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിങ്ങനെ നല്ല രസമാണ് കേട്ടോ. തുമ്പിക്കൈ കൊണ്ട് ചുമ്മാ ഇങ്ങനെ കളിക്കും. പിന്നെ അതിങ്ങനെ കുറച്ച് തീറ്റിയെടുത്ത് കഴിക്കും. പിന്നെ അത് എടുത്ത് ദേഹത്തോട്ട് ഇങ്ങനെ എറിയും. പിന്നെ തുമ്പിക്കൈ വെച്ചിട്ട് ചുരുട്ടിയിട്ട് എന്തൊക്കെയോ അവരുടേതായ രീതിയിലുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാൻ. ഇത് 22 വയസ്സോ അങ്ങനെ എന്തോ ആണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറക്റ്റായിട്ട്. പിന്നെ ആന ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. Love the chase and the hunt, and I set the pace when I'm running. I always take what I want and I always give it 100. Don't need a bank, no I'm funded. Play the game like it's nothing. I'm always thankful for something. Don't take for granted, stay humble. Now wake up, it's time to look at the enemy. Look in the mirror if he is no friend to me. It's not working out, maybe it's the chemistry. It's time to break up so I can make a better me. Better believe in your mind, cause it's everything. You can mold, shape, find almost anything. All it takes is some time and some clarity to find your identity. It's mind over everything. And when I feel like this, I'm immortal. 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 Don't stop, stepping up, don't stop. Turning back, I won't stop, I'ma fight until there's nothing left. It's so on, you're gonna be hurting bad, cause I've been to hell and back. You don't wanna make me mad, I stay strong, you will never see me crack. And if you get in my way, you're gonna feel the wrath. Gotta say it to my face while he's looking back. Mirror breaks after math, when I hate I attack. I'm immortal. When I feel like this, I'm immortal. When I feel like this, I'm immortal. When I feel like this,
റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് കറക്റ്റ് ആ ഒരു നമ്മൾ എങ്ങനെയാണോ ആ കിളികളുടെയും ഒക്കെ ശബ്ദം കേൾക്കുന്നത് അതുപോലെ തന്നെ കറക്റ്റായിട്ട് അവരത് ചെയ്തു തരും. അപ്പോൾ കുറേ പേര് നിൽക്കുവാണെങ്കിലാണ് മാത്രമാണ് ഉള്ളൂ ചെയ്ത് തരത്തുള്ള ഒരാളായിട്ട് തന്നെ അങ്ങനെ ചെയ്തു തരില്ല. പിന്നെ ഇത് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഇതുപോലെ ചെറിയൊരു അമ്പലത്തിൻ്റെ കുളം, അതുപോലെ സൈഡിൽ ഇതുപോലെ കൊക്കുകളും പിന്നെ ആ ഒരു കുഞ്ഞു കൊക്കുണ്ടല്ലോ അത് ജീവനുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ആനയെ ഇതുപോലെ വെട്ടി വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതുപോലെ വെൽക്കം ആനയെ വെട്ടി വെച്ചു, പിന്നെ എലിഫൻറ്റ് മ്യൂസിയം എന്നൊക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ നല്ല കൗതുകമാർന്ന ഒത്തിരി കാഴ്ചകളൊക്കെ ഉണ്ട്. കുറേ നേരം അവിടെ ഇരിക്കുക കേട്ടോ. പിന്നെ ഒരു കുഞ്ഞു ചായക്കടയുണ്ട്, അവിടെ നമുക്ക് എല്ലാ ഐറ്റംസും ഒന്നും കിട്ടില്ല, ഐസ്ക്രീംസും ചായയും അങ്ങനെ മാത്രം. പിന്നെ അത് പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ്സോ അങ്ങനെയൊന്നുമല്ല, സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെയാണ് കേട്ടോ ചായ തരുന്നത്. പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വലിയവർക്കൊക്കെ ഇരിക്കാനായിട്ടൊക്കെയുള്ള സ്ഥലമുണ്ട്. നല്ലൊരു എന്താ പറയുക, ഒരു ശാന്തമായൊരു അന്തരീക്ഷം എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഇപ്പോൾ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.